പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ യാത്രകളിലും നമ്മൾ കണ്ടുമുട്ടാനിരിക്കുന്ന വ്യക്തികളിലുമെല്ലാം ഈശോയെ അങ്ങ് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടുണ്ടല്ലോ, നമുക്കിന്ന് ഗെത്സമനി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണ് ഗെത്സമനി അനുഭവം? നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവനും ചുമലിലേറ്റി കുരിശ് വഹിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് അവൻ ഒറ്റയ്ക്ക് ആ മനോവേദനയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഗെത്സമനി അനുഭവം. ആരും ഉണ്ടാകത്തില്ല താങ്ങാനും തലോടാനും ഒന്നും. ഒറ്റയ്ക്ക് കുരിശെടുക്കേണ്ട വരുന്ന അവസ്ഥയാണ് ഗെത്സമനി അനുഭവം. ഇപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിന്നെ കുരിശ് ചുമക്കാൻ ആരും സഹായിക്കുന്നില്ലെങ്കിൽ നീ ഗെത്സമനി അനുഭവത്തിലാണ്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, നമുക്കൊരു ക്യാൻസർ രോഗം വന്നു എന്ന് വിചാരിക്കുക. ആർക്കെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. നീ തന്നെ ആ വേദനയിലൂടെ കടന്നു പോകണം. ഇതാണ് ഗെത്സമനി അനുഭവം. ഈശോ തന്നെ തനിച്ച് ഏകാന്തതയിൽ ആ കുരിശനുഭവത്തിലൂടെ കടന്നുപോയി. അതൊരു ഗെത്സമനി അനുഭവമായിരുന്നു. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഗെത്സമനി അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും തനിച്ചല്ല. ചിലപ്പോൾ ഏതെങ്കിലും മാരകമായ രോഗത്തിലൂടെ ആയിരിക്കാം, കടബാധ്യതയിലൂടെ ആയിരിക്കാം. കുടുംബത്തിലെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല, ആരാലും മനസ്സിലാക്കപ്പെടാൻ പറ്റുന്നില്ല. വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ, വല്ലാതെ മുറിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, വല്ലാതെ പാപത്തിൽ കുടുങ്ങിപ്പോയ അവസ്ഥകൾ, ഇതൊക്കെ ഗെത്സമനി അനുഭവങ്ങളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഗെത്സമനി അനുഭവത്തിൽ തീരാ നൊമ്പരത്തിലും വേദനയിലൊക്കെ ആണെങ്കിൽ ഈശോ നിന്റെ കൂടെയുണ്ടെന്നേ. നമുക്കറിയാലോ, ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ച് താഴെ ഇറങ്ങുമ്പോൾ ശിഷ്യന്മാർ കിടന്നുറങ്ങുകയാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ സാധിച്ചില്ലേ? നിന്നോടൊപ്പം ആരും ഇല്ലെങ്കിലും അച്ഛൻ പറയാണ് ഈശോ നിന്റെ കൂടെയുണ്ട്. ഈ ലോകം നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈശോ നിന്റെ കൂടെയുണ്ട് കേട്ടോ. നിന്റെ ആ ഗെത്സമനി അനുഭവത്തിൽ നീ തനിച്ചല്ല, കർത്താവ് നിന്റെ ചാരയുണ്ട്. കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ഈശോയെ നിന്ന് നീട്ടി വിളിക്കണം. അവൻ്റെ കരങ്ങളോട് നിന്റെ കരങ്ങൾ ചേർത്ത് വയ്ക്കണം. അപ്പോൾ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എന്നെ ശക്തിപ്പെടുത്തണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.